ഇന്നലെ വരെ കെ സി വേണുഗോപാലിനെയും ഇന്നലെ വരെ ഷാഫി പറമ്പിലിനെയും ഈ പറയുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെയും പൊക്കി ബുദ്ധിമുട്ടാക്കി വിളിച്ച ആൾക്കാർ പറയാം നിന്നെ ഞങ്ങൾ നാളെ തോൽപ്പിക്കും എന്ന് പറയുന്ന നേതാക്കന്മാരാണോ ഈ പറയുന്ന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്? ആ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്ക് ഉള്ളിൽ വർഗീയ ശക്തിയിൽ കയറിയിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അത് ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നിങ്ങൾക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിൽ ചേർക്കാം, 500 ആൾക്കാരോ 1000 ആൾക്കാരോ ആക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഒരു കാര്യമില്ല. ഒരു മേഡം ഒന്നും സംഭവിച്ചിട്ടില്ല. എന്താണ് നിലപാട് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾക്ക് എന്തെങ്കിലും സംവിധാനം അത്രേ ഉള്ളൂ. നിലപാട് എന്ന് പറയുന്ന സംവിധാനം കാണുമ്പോൾ സമയത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. ഞാൻ കാണുന്ന സാധനം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് സംഘിച്ചാപ്പ കുത്തി ഇല്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. മനസ്സിലായില്ല? കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ മാത്രമേ തീരുമാനിച്ചാൽ മാത്രമേ നിലപാട് സ്വീകരിക്കുള്ളൂ എന്നുള്ളത്. അപ്പം സെൻട്രൽ തിരുവിതാംകൂറും അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗമൊന്നും ഈ പറഞ്ഞ കേരളത്തിന്റെ ഭാഗമല്ലേ? ഇവിടുന്നാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെ നിലപാടുണ്ടോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം? ഒരു നിലപാടില്ല. ഞാൻ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈഴവന്റെയും നായരുടെയും ക്രിസ്ത്യാനിന്റെയും മുസ്ലിമിന്റെ എല്ലാം കൂടി കൂടിയിട്ടാണ് അല്ലേ? അങ്ങനെയല്ല കേരളത്തിലെ മുഖ്യമന്ത്രി വരേണ്ടത്. അതിന് അനുകൂലമായ നിലപാടല്ലേ ACC കേൾക്കാൻ പറ്റുള്ളൂ, ഹൈക്കമാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. MLC വാഗ്ദാനം ചെയ്തു എന്നുള്ള MLC ഞാനൊരു കാര്യം പറയട്ടെ. ഈ പറഞ്ഞ ഞാൻ പറയട്ടെ ഈ പറഞ്ഞ കേരളത്തിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗിന് ഈ VD സതീശൻ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞ സ്മൃതി എന്ത് പറയാനുണ്ട്? ഞാൻ മുഖ്യമന്ത്രിയാവും. പറഞ്ഞോട്ടെ, അവിടെ പറയുന്നത് മാത്രമല്ലേ ശരിയാവുക? മുഖ്യമന്ത്രിയാകുകയാണെങ്കിൽ കേരളത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ ലീഗിന് കൊടുക്കാമെന്ന് പറയുന്നതും ഈ പറഞ്ഞ പ്രശസ്ത എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു MLA സജീന്ദ്രൻ എന്ന് പറയുന്ന MLA തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് പറയാണ് നിങ്ങൾ VD സതീശന് വേണ്ടിയിട്ട് സംസാരിക്കണം എന്ന് പറയാണ്. VD സതീശനോട് സംസാരിക്കണം പറയാണ്. നിങ്ങൾ നോക്ക് ആരാണ് നോക്ക് പറയുന്ന ഈ പറയുന്ന VD സതീശന് അനുകൂലികളാണ്. അവിടെ VD സതീശന് വേണ്ടി വാദിക്കുന്ന ആൾക്കാരാണ്. തിരുവനന്തപുരത്ത് കോഴിക്കോട് അവിജിത്തിനെ തടഞ്ഞെടുത്തിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ VD സതീശന് വേണ്ടി ആരാണ്? VD സതീശന് അനുകൂലിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നാളെ രാവിലെ KCക്ക് അനുകൂലിക്കുന്ന ആൾക്കാർ MLA വരെ തടഞ്ഞെടുത്തിട്ട് നിങ്ങൾ KCക്ക് വേണ്ടിയിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. എറണാകുളത്ത് RCക്കിന്റെ അണികൾ MLA തടഞ്ഞെടുത്തി പറയാണ് നിങ്ങൾ RCക്ക് വേണ്ടി ചർച്ച ചെയ്യണം. അപ്പോൾ എവിടെ എത്തും ഈ സാധനങ്ങൾ? അവരെ തെരഞ്ഞെടുത്തല്ല, അണികളുടെ കാര്യമാണ് പറയുന്നത്. ആഹ്വാനം കൊടുക്കുകയാണ്. എന്ത് നിങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യണം, അങ്ങനെ കൈകാര്യം ചെയ്യണം. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതനിരപേക്ഷത കേരളത്തിൽ മതത്തെ മുൻനിർത്തി ഒരു മുഖ്യമന്ത്രി വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഈ ലീഗ് VD സതീശന് അനുകൂലമായി എന്ന് പറയുന്ന സമയത്ത് എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? മനസ്സിലായില്ല. ലീഗ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ലീഗും ഒക്കെ അങ്ങനെയാണെങ്കിൽ ലീഗ് വയനാട്ടിൽ വയനാട്ടിലെ ലീഗിന് ഒരു നിലപാട്, ലീഗിന്റെ മൊത്തം വേറൊരു നിലപാട്, ഇങ്ങനെ നിലപാടുണ്ട്. ഒരേ ഒരു സംശയമുള്ളൂ. ഇപ്പൊ നാളെ ACC KC വേണുഗോപാലിനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ മുസ്ലിം ലീഗ് തള്ളി പറയൂ പരസ്യമായി? അങ്ങനെ ചെയ്യില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് നിലപാട്. അങ്ങനെയല്ല ഞങ്ങളുടെ നിലപാട് തെരഞ്ഞെടുപ്പിൽ നമ്മളെ നയിച്ചത് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്ത പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അതുകൊണ്ട് തന്നെ ആ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്ന് പറഞ്ഞ ലീഗ് നേതാക്കളുണ്ട്. അങ്ങ് വേണമെങ്കിൽ നമ്മുടെ മുഹമ്മദ് ബഷീറും ഒരു മിനിറ്റ് പറയാൻ സമയത്ത് മുഹമ്മദ് ബഷീർ, നവാസ് മീരാൻ, ഈ പറഞ്ഞ
പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ നിരീക്ഷകരെ കണ്ട് പുറത്തിറങ്ങി വന്നാണല്ലോ നിലപാട്. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഈ പിന്നെ ACC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ നിലപാട് ഈ നിലപാട് നല്ല പറഞ്ഞത്. ഞങ്ങളുടെ നിലപാട് ആ നിലപാട് എന്താ? ആ നിലപാട് എന്താ? അത് ആസിക്ക് അനുകൂലമായി ശരി. ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ ഇത് വേറെ ഉദ്ദേശമാണ്. ഒരു ഉദ്ദേശമില്ല. ഇപ്പോൾ ഇലക്ഷൻ നടത്തിയാൽ കാണാം. ഇപ്പൊ കാണാം. സ്മിതി മേഡം ഒന്നും സംഭവിച്ചിട്ടില്ല.